ഇപ്പോഴിതാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിക്കുകയാണ് മാധ്യമങ്ങളോട്. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക, അതിന്റെ അപ്പുറത്തേക്ക് പറഞ്ഞു വലിയ അഴിമതിയാണെന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അത് അവരുടെ സംസ്കാരമാണെന്നാണ് അത്ര ആരോപണം ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു അല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, അവരുടെ പ്രകടന പത്രികയില് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോഴുള്ള പ്രകടന പത്രികയിൽ എന്താ പറഞ്ഞത്? മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കും എന്ന് ഉറപ്പ് പറഞ്ഞു. എന്നിട്ട് 29 ബാർ ഉണ്ടായിരുന്ന സ്ഥലത്ത് 1000 ബാറാക്കി കൊടുത്ത ആളാണ് പിണറായി വിജയൻ. ഞങ്ങളെ പഠിപ്പിക്കാൻ വരില്ലേ? അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളെ പഠിപ്പിക്കാൻ വരില്ലേ? പ്രകടന പത്രികയിൽ മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കും എന്ന് പ്രകടന പത്രികയിൽ 2016 എഴുതി വെച്ചിട്ട് അധികാരത്തിൽ വന്നപ്പോൾ 29 ബാർ ഉണ്ടായിരുന്നത് 1000 ബാറാക്കിയ നേതാവാണ് പിണറായി വിജയൻ. മനസ്സിലായില്ല? അപ്പൊ അദ്ദേഹം ഞങ്ങളെ കുറിച്ച് മദ്യനയത്തെ കുറിച്ച് പഠിപ്പിക്കാൻ പറയുന്നത്. അതെല്ലാം അതിന്റെ പുറകില് CPM ആണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? CPM-ഉം BJP എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. എനിക്ക് അതിൻ്റെ അത് വിരോധമൊന്നുമില്ല. എനിക്ക് ഇതിനു മുമ്പും ഇതുപോലെ അവർ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അന്ന് ഞാൻ ജയിച്ചിട്ടുണ്ട്. താങ്കളുടെ നോമിനേഷനിൽ മുഴുവൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും അതിന് നിയമപോരാട്ടം തുടരുമെന്നാണ് CPM പറയുന്നത്. അപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞേക്കണ അവർ പറഞ്ഞിരിക്കുന്ന ആരോപണം എന്തൊക്കെയാ? ഒന്ന്, ഞാൻ അഭിഭാഷകനാണ്, എൻ്റെ വരുമാനം അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ 25 വർഷമായി പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ എങ്ങനെയാണ് ഞാൻ വരുമാനം രേഖപ്പെടുത്തുന്നത്? എന്തൊരു വിഡ്ഢിത്തം നിറഞ്ഞ ഒബ്ജക്ഷനാണ്. കേൾക്ക്. ഒന്ന്. രണ്ട്, ഞാൻ എൻ്റെ വണ്ടിക്ക് ഫൈൻ അടിച്ചു, അത് ഞാൻ അടച്ചിട്ടില്ല. എൻ്റെ വണ്ടിക്ക് ഒരു ബാധ്യതയില്ലെന്ന് ടൂറിസം ഡയറക്ടറാണ് എൻ്റെ ഓണർ. അദ്ദേഹം എനിക്ക് NOC തന്നിട്ടുണ്ട്. NOC ഞാൻ ഹാജരാക്കിയിരുന്നു. 2022 എനിക്ക് പുതിയ വണ്ടി തന്നത്. പഴയ വണ്ടി എന്നിട്ട് ടൂറിസം ഏറ്റെടുത്തു. ആ പഴയ വണ്ടി ടൂറിസത്തിൻ്റെ ഇരിക്കുമ്പോൾ ആ 2023 ആ വണ്ടിക്ക് ഫൈൻ അടിക്കാൻ ഞാൻ എന്തിനാ ഫൈൻ കൊടുക്കണം? അതാണ് അബദ്ധമാണ് ഇവർ പറഞ്ഞിരിക്കുന്ന പരാതി. അത് അതുപോലെ തന്നെ തള്ളിക്കളഞ്ഞത്. പിന്നെ സ്വർണത്തിന്റെ വില ഞാൻ കാണിച്ചില്ല എന്ന്. ഞാൻ സ്വർണം എത്ര പവനുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. സ്വർണത്തിന്റെ പർച്ചേസ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ അഫിഡവിറ്റ് കൊടുത്ത് സ്വർണത്തിന്റെ മാർക്കറ്റ് വാല്യൂ കാണിച്ചിട്ടുണ്ട്. അതായത് നോമിനേഷൻ പേപ്പറിൽ എത്ര വർഷമായി നോമിനേഷൻ കൊടുക്കുന്നത്? അതായത് മൂവബിൾ പ്രോപ്പർട്ടി, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി രണ്ടാണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ സ്ഥലവും കെട്ടിടമാണ്. അതിന്റെ മാർക്കറ്റ് വാല്യൂ കാണിക്കും. മൂവബിൾ പ്രോപ്പർട്ടിയുടെ മാർക്കറ്റ് വാല്യൂ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് അത് വാങ്ങിച്ചപ്പോഴുള്ള പർച്ചേസ് വാല്യൂ, അത് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ രണ്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ഒളിച്ചു വെച്ചിരിക്കുന്നത്? രണ്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ശരിയല്ലെന്ന്. ഇൻകം ടാക്സ് റിട്ടേൺ ശരിയല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റാണ് എനിക്ക് നോട്ടീസ് അയക്കേണ്ടത്. അതിൽ അലവൻസ് ഒരിക്കലും വെക്കില്ല. അലവൻസ് വരുമാനമല്ല, വരുമാനം സാലറിയാണ്. ഇൻകം ടാക്സ് ആക്റ്റാണത്. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചിട്ടല്ലേ നമ്മൾ ഇത് കൊടുക്കുന്നത്, ഇൻകം ടാക്സ്. ഇതുപോലെ അബദ്ധങ്ങൾ നിറഞ്ഞ കുറെ കാരണം അവർ തന്നെ വന്നു പറഞ്ഞു. റിട്ടേണിംഗ് ഓഫീസർ അത് നമുക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഒരു സമയം വെച്ചു. ആ സമയത്ത് എല്ലാവരും കൂടി വി ഡി സതീശന്റെ പത്രിക തള്ളുമോ എന്നൊക്കെ പറഞ്ഞ് ചർച്ചയാക്കി. അത് നമ്മൾ മറുപടി കൊടുത്തപ്പോൾ അപ്പം തന്നെ ആ നോമിനേഷൻ സ്വീകരിച്ചു. അതിൻ്റെ അകത്ത് നിങ്ങൾ ചോദിക്കും, ഈ 4 കാര്യത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ ഒരു അടിസ്ഥാനമുണ്ടോ? എല്ലാത്തിൻ്റെയും ഡോക്യുമെൻ്റ് ഉള്ളതല്ലേ? ഏത് കാര്യത്തിലാണ്? ഞാൻ എത്രാമത്തെ പ്രാവശ്യം നോമിനേഷൻ കൊടുക്കുന്നത്? മുഖ്യമന്ത്രിയുടെ താങ്കളുടെ ആസ്തികൾ താരതമ്യം ചെയ്തുകൊണ്ട് ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താങ്കൾക്കാണല്ലോ ആസ്തി കൂടുതൽ? ആയിരിക്കും, എനിക്കായിരിക്കും. എൻ്റെ പ്രോപ്പർട്ടി നോക്ക്, എൻ്റെ അൻസെസ്ട്രൽ പ്രോപ്പർട്ടിയാണ് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഉള്ളത്. തലമുറയായിട്ട് വന്ന പ്രോപ്പർട്ടിയാണ് കൂടുതലുള്ളത്. അദ്ദേഹത്തിനുള്ള പത്രം ഉണ്ടാവില്ല. അതിനെന്താ തെറ്റ്? എന്നേക്കാൾ കൂടുതൽ ആസ്തിയുള്ള ആളുകൾ എത്ര പേര് CPM-ലുണ്ട്? BJP പ്രചരണത്തിന് അഘോരികളെയൊക്കെയാണ് കൊണ്ടുവരുന്നത്. അല്ലാതെ മുഖ്യമന്ത്രിയുടെ സ്വത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഉണ്ടാക്കിയ സ്വത്തും എന്റെ സ്വത്ത് ഞാൻ പ്രതിപക്ഷ നേതാവാക്കി ഉണ്ടാക്കിയ സ്വത്തും അല്ലല്ലോ. ഈ അഘോരികളെയൊക്കെയാണ് BJP കൊണ്ടുവരുന്നത്. BJP-യുടെ പ്രചരണം എങ്ങോട്ടാ പോണെന്ന് അവർക്ക് തന്നെ അറിയാൻ പാടില്ല. അവരെന്താ പറയണതെന്ന് അവർക്ക് തന്നെ അറിയാൻ പാടില്ല. അവര് മത്സരിക്കുന്ന പോലും ഇല്ല. ശരിക്കും അവര് CPM-ആയിട്ടുള്ള ധാരണയിലാണ്. വെറുതെ മറ്റതും മറച്ചു വെക്കാൻ വേണ്ടി പറയുന്നതല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, BJP കേരളത്തിലെ കോൺഗ്രസിനെ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. ഈ കോൺഗ്രസ് അധികാരത്തിൽ വരരുതെന്നാണ് അവരുടെ ആഗ്രഹം. കോൺഗ്രസിന് ഇന്ത്യയിൽ ഒരു സംസ്ഥാനം കൂടി അധികാരത്തിൽ ഉണ്ടാകരുത് എന്നാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് അവർ CPM-ആയിട്ട് ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും ധാരണയല്ലേ? തുറന്ന വികസന സംവാദത്തിൽ വെല്ലുവിളിക്കാണ് ശ്രീ MD രാജേഷ്. ഞങ്ങൾ എല്ലാവരും തയ്യാറാണ് വികസന കാര്യത്തിൽ. അതല്ല, ഞങ്ങൾ തയ്യാറാണല്ലോ.
ഞാൻ മുഖ്യമന്ത്രിയായിട്ട് തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പാർട്ടി വിട്ടവർ ഉദാഹരണം 1,10,000 കോടി രൂപ കിഫ്ബി ചെലവഴിച്ചെന്ന് പറഞ്ഞ് കള്ളപ്രചരണോ 38,666 കോടിയെ ചെലവാക്കിയിട്ടുള്ളൂ. അത് തന്നെ ബജറ്റിലെ പൈസയാണ്. ബജറ്റിൽ സാധാരണ എല്ലാ വർഷവും പല വർഷങ്ങളായി 4-5 വർഷമായി ചെലവാക്കേണ്ട പൈസ എല്ലാം കൂടി ചെലവാക്കി. പാർട്ടി വിട്ടവര് വർഗ ശക്തികളാണ് വഞ്ചകരാണെന്നാണ് ഇന്നും അങ്ങനെയാണ് ഈ PK ശശി അതിൽ പെടുന്നതല്ലേ? അപ്പൊ അതിനുള്ള മറുപടി എന്നുള്ള അല്ല, അതിൻ്റെ ഉള്ള മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി വിട്ടവരെയും പാർട്ടിയിൽ ചോദ്യം ചെയ്യുന്നവരെയും വർഗവഞ്ചകരെന്നും കുലംകുത്തി എന്ന് പറയുകയും അവരെ 52 വെട്ടുവെട്ടി കൊല്ലുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPM. മനസ്സിലായില്ലേ? CPM തകർച്ചയിലേക്ക് പോവുകയാണ്. തകർച്ചയിലേക്ക് ഇത്രമാത്രം CPM നേതാക്കന്മാരും പ്രവർത്തകരും ഒരുമിച്ച് പാർട്ടി വിട്ട ഒരു കാലം കേരളത്തിലുണ്ടായിട്ടില്ല. ഈ സാധാരണ മുന്നണികളാണ് ഈ പല വാഗ്ദാനങ്ങളും കൊടുക്കുക, പ്രകടന പത്രിക വഴിയും അല്ലാതെയും ഒക്കെ. ഇപ്പൊ പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി പക്ഷേ എല്ലാ വനിതകൾക്കും 1,500 രൂപ എല്ലാ മാസവും കൊടുക്കുന്നത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാനെന്ത് പറയാൻ അതിനെക്കുറിച്ച്? ഈ പാചകവാദ പ്രതിസന്ധിയിൽ പാർലമെന്റിൽ കോൺഗ്രസ് വലിയ പ്രതിഷേധമാണ്. തീർച്ചയായിട്ടും പാചകവാതക ലഭ്യത ഉറപ്പുവരുത്തിയതാണ് കേന്ദ്ര ഗവൺമെന്റ്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് മാധ്യമങ്ങളെ കാണുന്നത്. സത്യവാങ്മൂലത്തിൽ അടക്കം ക്രമക്കേടുകളുണ്ട്, പലതും മറച്ചുവെച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾക്ക് കൂടിയാണ് അദ്ദേഹം മറുപടി നൽകി പോകുന്നത്. CPIM BJP ഡീൽ എന്നത് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയുമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.